ജിനേഷ്, ജിതിൻ, ടിബിൻ, അരുൺ, ടോണി, ധോണി, ഡോണി, അല്ലല്ല, അമൽജ്യോതി, അലീഷ, ജീമോൻ, അഖിൽ, ജോൺ, മെബിൻ, സാം. ഞാൻ അങ്ങോട്ട് പോയപ്പോ ഇപ്പുറത്ത് വേറെ ഗ്യാങ് വന്നു. സാരമില്ല, എല്ലാരും കൂടെ പരിചയപ്പെടാൻ ഞങ്ങളുടെ സമയപരിധി കൊണ്ടാണ്. കുഴപ്പമില്ലല്ലോ. എവിടുന്നാ വരുന്നേ? കോട്ടയം. ഇങ്ങോട്ട് വരണം. പഠിക്കുവാണോ? ബികോം. എല്ലാവരും ബികോം ആണോ? മിക്സ് ചെയ്താ അല്ലേ വരുന്നേ? ഓക്കെ, ഒരേ കോളേജാ? ഇവര് കോട്ടയത്തെ ഏത് ചർച്ചാണ്? സെന്റ് തോമസ്. കോട്ടയത്തെ സെന്റ് തോമസ് ചർച്ചിലെ അവിടുത്തെ കാറ്റിസം, അവിടുത്തെ ഗ്രൂപ്പാണ്. അതുകൊണ്ട് ഇതിലേതാ അധ്യാപകൻ? ഞാൻ അധ്യാപകൻ എന്ന് പറയും. ഞാൻ പറയും സത്യം. സ്വയം പറയുന്ന ഞാൻ അധ്യാപകനാണ്. ഇവര് പറയില്ല, ഞങ്ങൾ പറയും. ഞങ്ങൾ പറയും. എല്ലാവരും അധ്യാപകരാണ്, എല്ലാവരും കുട്ടികളുമാണ്. ഓക്കെ, സന്തോഷമായി. ഇനി എല്ലാരും കൂടെ ചേർന്നൊരു പാട്ട് പാടിയേ. ഇവിടെ കുറെ ആൾക്കാരുണ്ട്, ഇവരെ നമ്മൾ മൈൻഡ് ചെയ്തില്ലാന്ന് വിഷമം. മടിയിൽ മിഴി തുറന്ന് നവത്തും വരയ്ക്കും നിൻ രൂപമെന്ന് പറഞ്ഞാൽ നീ എന്റെ നിഴലും വെളിച്ചമെന്നിൽ തൂകുന്ന വിളക്കും മുത്തേ പൊന്നെ പിണങ്ങല്ലേ എന്തേ കുറ്റം ചെയ്തു ഞാൻ താനേ തന്നെ തന്നാരേ താരനെ താനേ തന്നെ തന്നാരേ താരന്റെ. ഓ, സന്തോഷായി. ഒരു ബിരിയാണി കഴിച്ച ഒരു എനർജി ഉണ്ടല്ലേ? സത്യം പറ, നിങ്ങൾ കഴിക്കാൻ പോണ്ടല്ലേ? പക്ഷെ എനിക്ക് ഇത്ര എനർജറ്റിക് ആയിട്ട് പാട്ട് കേട്ടപ്പോ ഒരു ബിരിയാണി കഴിച്ച പോലെ ഫീൽ ചെയ്യുന്നു. ഇത് ആരോടെങ്കിലും പറയാറുണ്ടോ ഈ പാട്ട്? സത്യം പറ, കോളേജിൽ? കോളേജിലല്ല, ഞാൻ 10ലാണ് പഠിക്കുന്നത്. 10-ലായിട്ടില്ലോ? അപ്പൊ ബികോം മാത്രമേ ബികോളൂ. അത്രേ ഉള്ളൂ. സാരല്ലേ, ഇനി സമയമുണ്ട്. എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ പാട്ട്, മൊത്തം ഗ്രൂപ്പിന്റെ പാട്ട് നന്നായി. ഇനി ചെറിയൊരു കുസൃതി ചോദ്യമുണ്ട്. കുസൃതി ആയിട്ടുള്ള ഒരു ആൻസറാ വേണ്ടത്. ഇത് ചെയ്താൽ ശിക്ഷയില്ല, ചെയ്യാൻ ശ്രമിച്ചാൽ ശിക്ഷയുണ്ട്. ആത്മഹത്യ ആണോ? ആത്മഹത്യയോ? ഇത് ചെയ്താ ശിക്ഷയില്ല. ക്ലൂ കൊടുക്കണോ? ഇവിടെ ആൻസർ കറക്റ്റ് പറഞ്ഞു. ഇനിയിപ്പോ ഞാൻ ക്ലൂ കൊടുക്കണോ? ആൻസർ ആണോ? കയ്യടി ശ്രമിച്ചേക്കരുത് കേട്ടോ എല്ലാരും. ആത്മഹത്യ അത് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വലിയ ശിക്ഷയാ. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യും. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്റെ വക ഒരു ഗിഫ്റ്റ് ഉണ്ട്. വളരെ സിമ്പിൾ ആണ്, നിങ്ങൾക്ക് കേൾക്കുമ്പോ എല്ലാവരും സിമ്പിൾ ആയിട്ട് തോന്നും, പക്ഷെ ഇത് ഇച്ചിരി ബുദ്ധിമുട്ടാ ചെയ്യാൻ. മാജിക് ആണ്. മാജിക് ഇഷ്ടമാണോ? ഓക്കെ, അപ്പൊ ഇന്ന് ഇവിടെ ഒരു മാജിക് ഷോ കാണിക്കാം. എന്റെ കൂടെ ഒരു മജീഷ്യൻ ഉണ്ട്, പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് വിളിച്ചാൽ വരില്ല. ഒഡീസിയ ക്ലാസ്മേറ്റ്സ് ജി ബൂംബ എന്ന് വിളിക്കണം, എന്നാലേ ആള് വരത്തുള്ളൂ. നമുക്ക് വിളിച്ചാലോ? ഓക്കെ, ഒഡീസിയ ക്ലാസ്മേറ്റ്സ് ജി ബൂംബ. ഒഡീസിയ ക്ലാസ്മേറ്റ്സ് ആറ്റിൽ നമ്മുടെ മാജിക് ഷോ കാണാം. ഹലോ ഫ്രണ്ട്സ്, നിങ്ങളൊക്കെ കോട്ടയംകാരാണെന്ന് പറഞ്ഞല്ലേ? നിങ്ങൾ കോട്ടയംകാരല്ലേ? ഞാനും കോട്ടയംകാരനാണ്. നമ്മൾ എവിടെ ചെന്നാലും ഒരു കോട്ടയംകാരനെ കാണാം എന്ന് പറഞ്ഞ പോലെ തന്നെ അതാണ് കോട്ടയംകാരുടെ ബലം. അതാണ് കോട്ടയംകാരന്റെ ബലം എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോ ഈ കോട്ടയം എന്ന് പറയുന്നത് നമുക്ക് അക്ഷരങ്ങളുടെ നാടാണ്. അപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്ന മാജിക് എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങളുള്ള മാജിക് അല്ല, നേരെ മറിച്ച് 2 ബോളുകൾ കൊണ്ടുള്ള മാജിക്കാണ്. ഓക്കെ, എന്താണ് പെരുകുന്നു? ജിനേഷ്. അപ്പൊ ജിനേഷ് ശ്രദ്ധിക്കുക, ഇവിടെ 2 ബോളുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. ഓക്കെ, ജിനേഷ് ഇഷ്ടപ്പെട്ട ഒരു ബോളിൽ ജിനേഷ് ടച്ച് ചെയ്തു തൊഴുക, രസം തൊഴുക. ഓക്കെ, നീ മാറ്റി പറയുന്നുണ്ടോ? ഇല്ല. അതാണ് ഒരു കോട്ടയംകാരുടെ ശക്തി എന്ന് പറയുന്നത്. കാരണം ഒരു തീരുമാനം എടുത്ത തീരുമാനം തന്നെയാണ് അല്ലേ? റൈറ്റ്. നീ ജിനേഷിന്റെ കൈ ഇങ്ങനെ നിർത്തി പിടിക്കും, ഇങ്ങനെ നിർത്തി പിടിക്കും. ഞാൻ ജിനേഷിന്റെ കയ്യിലേക്ക് കൈ ഇറക്കി പിടിക്കുക. ഇപ്പൊ ഒരു ബോൾ എവിടെയുണ്ട്? ഒരെണ്ണം ടേബിളുണ്ട്. അതൊക്കെ ഓപ്പൺ ചെയ്തേ. തന്നാൽ പെട്ടെന്ന് ഇറക്കുക. ഇപ്പൊ ഒരു ബോൾ എവിടെയുണ്ട്? കയ്യിലും. ഓക്കെ, കൈ ഓപ്പൺ ചെയ്തോളൂ.
ചെയ്യാൻ പറ്റുന്നില്ല. ദിനേശ് കൈ ഇങ്ങനെ പിടിക്കാം. ഞാൻ പയ്യെ ഈ ബോൾ ഇതിനകത്തേക്ക് ആക്കി ഇത് ഞാൻ ദിനേശിന്റെ കയ്യിലേക്ക് തരാം. അടച്ചു പിടിക്കുക. ഒരു ബോൾ എവിടെയുണ്ട് ദിനേശേ? എന്റെ കയ്യിലുണ്ടോ അല്ലേ? റെഡിയാണോ? അപ്പോൾ ഞാൻ പതുക്കെ ഈ ബോൾ പതുക്കെ ഇങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോകും. അപ്പൊ ഞാൻ ബോൾ ഇങ്ങനെ ഇടുന്നു. കാണോ? ഇല്ല. പയ്യതാ ഇവിടെ കൊണ്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നു. അപ്പൊ ഞാനിത് പതുക്കെ തുറക്കുകയാണ്. ഇനി ഇയാൾ പതുക്കെ കൈ തുറന്നു. പതുക്കെ ഏറ്റവും സ്ലോ ചെയ്യും. ഓക്കെ, അപ്പൊ മാജിക് ഇഷ്ടപ്പെടല്ലോ. അപ്പൊ ഇന്നത്തെ റൈഡൊക്കെ എങ്ങനെയുണ്ട്? ഇവിടുത്തെ റൈഡൊക്കെ സൂപ്പറല്ലേ? തകർത്താം. ഓക്കെ, നിങ്ങൾ തകർക്കുക. ഓക്കെ, താങ്ക് യു. ഇഷ്ടപ്പെട്ടോ? കോട്ടയത്ത് നിന്നുള്ള നമ്മുടെ മെജീഷ്യൻ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് തോന്നി, പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ, ഇനി ചെറിയൊരു ഗെയിം ഷോ ആണ്. സാധാരണ ഗെയിം ഷോ എന്താണെന്ന് ഞാൻ പറയും, ഇത് നിങ്ങൾ തന്നെ സെലക്ട് ചെയ്യണം. എന്റെ കയ്യിൽ ഒരു ബൗൾ ഉണ്ടാവും. ബൗളിനകത്ത് കുറെ ഗെയിംസ് ഞാൻ എഴുതിയിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്യാം. ആ ഗെയിം ഷോ ആയിരിക്കും ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, റെഡി? പക്ഷെ ഇനി മത്തായി നമുക്ക് അവിടെ ഒരു ഗെയിം ഷോ കൊടുക്കണ്ടേ? തീർച്ചയായും. മത്തായി ഇതാണ് എടുത്തത്. 3 ബലൂണുകൾ വീർപ്പിച്ച് നൂല് കൊണ്ട് കെട്ടുക. അതിനുശേഷം ചവിട്ടി പൊട്ടിക്കുക. ഓക്കെ, ഗെയിം എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്കൊരു 4 പേർക്ക് പങ്കെടുക്കാം. റെഡി? ബലൂണുകൾ എത്ര വേണേലും തരും. മീൻസ് പൊട്ടി കഴിഞ്ഞാൽ വീണ്ടും തരും. 3 ബലൂണുകൾ ഓരോന്ന് വീർപ്പിച്ച് നൂല് കൊണ്ട് കെട്ടുക. ഒരേ നൂലിൽ തന്നെ കെട്ടണം. ഓക്കെ, എന്നിട്ട് അത് താഴെ ഇട്ടിട്ട് ഒന്നിച്ചോ ഒറ്റക്കെട്ടിക്കോ ചവിട്ടി പൊട്ടിക്കുക. റെഡി? ഒരു 1.5 മിനിറ്റ് സമയം തരാം. റെഡി? ഒഡീസി ക്ലാസ്മേറ്റ് സാറ്റിൽ നമ്മുടെ ഗെയിം ഷോ തുടങ്ങാം. ഓക്കെ, ഇവര് 4 പേരാണ്. 2 ഖത്തർ എയർവേസും ഉണ്ട്. ആരാണ്? തല്ലുകൂടരുത്. ഓക്കെ, റെഡി? സ്റ്റാർട്ട്. ഓരോന്നിട്ട് തരാം ഞാൻ. പാടില്ല. അതായത് ഒരു നൂലില് 3 ബലൂണുകൾ വീർപ്പിച്ച് കെട്ടുക. എന്നിട്ട് അത് 3 ബലൂണുകൾ അത് കെട്ടുക. എന്നിട്ട് അത് ചവിട്ടി പൊട്ടിക്കുക. കുറച്ചും കൂടെ മാക്സിമം നല്ല വലുപ്പത്തിൽ വീർപ്പിക്കുക. എന്നിട്ട് ഇതൊക്കെ വീർപ്പിച്ചിട്ട് ലാസ്റ്റ് ചവിട്ടി പൊട്ടിക്കുക. വളരെ സിമ്പിൾ അല്ലേ? പക്ഷെ ചെയ്യാൻ ഇച്ചിരി പണിയാണ്. മാറിയൊക്കെ നിന്നു അത് പൊട്ടി ചെവിയൊക്കെ ഇതാവും. നൂലെവിടെ? ആ, അവിടെ. അടുത്ത ബലൂൺ. അയ്യോ അയ്യോ അയ്യോ. അടുത്താരാ? ഒരു മിനിറ്റ് സമയം പോലും എടുത്തില്ല. പേരെന്തായിരുന്നു പറഞ്ഞേ? ഓ, ജിതിൻ. അലൻ. അതൊന്ന് ആ ചവിട്ടി പൊട്ടിക്ക്. അമ്മേ ഇവിടെ എന്തായി? എന്തായാലും നമ്മളത് തീർക്കണ്ടേ? കയ്യൊക്കെ വിറയ്ക്കുന്നു. ഓക്കെ, നിങ്ങൾ കണ്ടല്ലോ അല്ലേ? നിതിനാണ് ഇന്നത്തെ നമ്മുടെ വിന്നർ. നിതിൻ എനിക്ക് തോന്നുന്നു 1/2 മിനിറ്റ് പോലും എടുത്തില്ല. പെട്ടെന്ന് തന്നെ. വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഇത് ചെയ്യാറുണ്ടോ? കുട്ടികള് ബലൂൺ വീർപ്പിക്കും, അത് ചവിട്ടിപ്പൊട്ടിക്കും, കുത്തിപ്പൊട്ടിക്കും അല്ലേ? കുരുത്തക്കേടുണ്ട് കയ്യിൽ, മനസ്സിലായി? എന്തായാലും നിതിനാണ് ഇന്നത്തെ നമ്മുടെ വിന്നർ. തൊട്ട് പിന്നാലെ അലനും ഉണ്ട്. അലനും പെട്ടെന്ന് തന്നെ വീർപ്പിച്ച് പൊട്ടിച്ചു. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും നന്നായിട്ട് ചെയ്തു. ഓക്കെ, അത് ഒരാൾ 3 വെള്ള ബലൂണുകൾ അത് പൊട്ടിക്കുമ്പോ എനിക്കൊരു സത്യം പറഞ്ഞ വിഷമം ഉണ്ടായിരുന്നു. സാരല്ല. നിതിന് ഞങ്ങളുടെ വക ഒരു ഗിഫ്റ്റ് ഉണ്ട്. ഒഡീസിയ ക്ലാസ്മേറ്റ്സിന്റെ ഒരു ഗിഫ്റ്റ് വൗച്ചർ. ഒഡീസിയ ക്ലാസ്മേറ്റ്സിന്റെ ഒരു ഗിഫ്റ്റ്. അലന് ഒഡീസിയ ക്ലാസ്മേറ്റ്സിന്റെ ചെറിയൊരു ഗിഫ്റ്റ്. ഒഡീസിയ ക്ലാസ്മേറ്റ്സിന്റെ ഒരു ഗിഫ്റ്റും കൂടെ ഉണ്ട് നിതിന്. ഹാപ്പി ആയോ? നിങ്ങൾ എവിടെ എന്തൊക്കെ ആഘോഷങ്ങൾക്ക് പോയാലും അടിച്ചുപൊളിക്ക് പോയാലും നമ്മുടെ സാറ്റ് മുടങ്ങാതെ കാണുന്ന എനിക്ക് നന്നായിട്ട് അറിയാം. ഇത് നിങ്ങൾക്കൊരു ആഘോഷമല്ലേ? എന്തായാലും ഇന്ന് എനിക്ക് വീട്ടിൽ പോകേണ്ട സമയമായി. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും ബൈ.